തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ഗുണ്ടകൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമായി പോലീസ് നൽകിയ അതിശക്തമായ താക്കീത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കുറ്റവാളികളെ വെറും പ്രതികളായി കാണുന്നതിന് പകരം അവരുടെ കുടുംബത്തെയും ഭാവി ജീവിതത്തെയും മുൻനിർത്തി പോലീസ് നടത്തിയ വേറിട്ട ഇടപെടൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനുള്ള ഒരു മനഃശാസ്ത്രപരമായ സമീപനം കൂടിയാണ്. ക്രമസമാധാന പാലനത്തിൽ പോലീസിന്റെ പരമ്പരാഗത ശൈലികളിൽ നിന്നും മാറി കുറ്റവാളികളെ നേരിട്ട് വിളിച്ചു വരുത്തി അവരുടെ കണ്ണിൽ നോക്കി സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു രീതിയാണ് തിരുച്ചിറപ്പള്ളി പോലീസ് അവലംബിച്ചത്. ഇത് വെറും ഒരു ഭീഷണിയല്ല, മറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മാറിയ നിയമവ്യവസ്ഥയും കുറിച്ചുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു. പോലീസിന്റെ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം അത് കുറ്റവാളികളുടെ വൈകാരിക തലത്തെ സ്പർശിച്ചു എന്നതാണ്. പലപ്പോഴും ക്രിമിനൽ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വലിയൊരു സുഹൃത്ത് വലയമുണ്ടെന്നും എന്തു വന്നാലും കൂടെ നിൽക്കാൻ ആളുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഈ മിഥ്യാധാരണയെ പോലീസ് പച്ചയായി പൊളിച്ചടുക്കി. നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങൾ ഒരു ആപത്തിൽ പെടുമ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ പറയുന്ന സുഹൃത്തുക്കളോ സംഘങ്ങളോ ഉണ്ടാകില്ല. പോലീസ് വ്യക്തമാക്കിയ ഈ വസ്തുത കുറ്റവാളികളെ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. താൻ ജയിലിലാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ തന്റെ ശവം ചുമക്കാൻ പോലും ആരും വരില്ലെന്ന കടുത്ത യാഥാർത്ഥ്യം അവരെ ഓർമ്മിപ്പിച്ചത് ക്രിമിനൽ ജീവിതത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടാനായിരുന്നു. ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയ പശ്ചാത്തലത്തിലാണ് പോലീസ് ഈ മുന്നറിയിപ്പ് നൽകിയത്. പഴയ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റവാളികളെ സാമ്പത്തികമായി നട്ടലൊടിക്കുന്ന രീതിയിലുള്ള വകുപ്പുകൾ പുതിയ നിയമത്തിലുണ്ട്. കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ മാത്രമല്ല, കുറ്റവാളികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തന്നെ ഇല്ലാതാക്കാൻ നിയമത്തിന് ഇന്ന് സാധിക്കും. ഒരു കുറ്റവാളിയെ സാമ്പത്തികമായി തളർത്തിയാൽ അതിന്റെ ആഘാതം അനുഭവിക്കുന്നത് അയാളും കുടുംബവുമായിരിക്കും. കയ്യിൽ പണമില്ലാതായാൽ ഭാര്യയും മക്കളും പട്ടിണിയിലാകുമെന്നും സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. കുറ്റവാളിയെ തകർക്കുന്നതിനേക്കാൾ അയാളെ ആശ്രയിച്ചു കഴിയുന്നവരെ ബാധിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പോലീസ് സംസാരിച്ചത് വലിയ സ്വാധീനമുണ്ടാക്കി. ഒരു സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും സമാധാനപ്രിയരാണ്. തിരുച്ചിറപ്പള്ളി ജില്ലയിലെ 30 ലക്ഷം ജനങ്ങളുടെ സമാധാനം തകർക്കാൻ വെറും 300-400 പേർക്ക് അവകാശമില്ലെന്ന പോലീസിന്റെ പ്രഖ്യാപനം ജനാധിപത്യപരമായ ഒരു ശക്തമായ നിലപാടാണ്. ചെറിയ തർക്കങ്ങൾ വലിയ കലാപങ്ങളായി മാറുന്ന രീതിയെ പോലീസ് കഠിനമായി വിമർശിച്ചു. മദ്യപാന സദസ്സുകളിലെ തർക്കങ്ങൾ, ബൈക്ക് റേസിംഗിനെ കുറിച്ചുള്ള അടിപിടികൾ, ഉത്സവ പറമ്പുകളിലെ ബോധപൂർവമായ സംഘർഷങ്ങൾ എന്നിവ എങ്ങനെയാണ് ഒരു നാടിന്റെ സമാധാനം കളയുന്നതെന്ന് ഉദ്യോഗസ്ഥർ വിവരിച്ചു. നിങ്ങൾ ഈ 400 പേർ നിയമത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന പ്രസ്താവന നിയമവാഴ്ചയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. തമിഴ്നാടിന്റെ സാംസ്കാരിക അടയാളങ്ങളായ ജല്ലിക്കെട്ട്, ക്ഷേത്രോത്സവങ്ങൾ എന്നിവ പലപ്പോഴും പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളുടെ ശക്തി പ്രകടനത്തിനുള്ള വേദികളായി മാറാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരിടത്തും സംഘർഷങ്ങൾ അനുവദിക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. മദ്യപിച്ച് മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുന്നതും അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നതും ഗുണ്ടായിസത്തിന്റെ ഭാഗമായി കണ്ട് കർശന നടപടി സ്വീകരിക്കും. സമാധാനപരമായി ഉത്സവം ആഘോഷിക്കാൻ വരുന്ന സാധാരണക്കാരുടെ സുരക്ഷയ്ക്കാണ് പോലീസിന്റെ പ്രഥമ പരിഗണന എന്ന് അവർ അടിവരയിട്ടു. കുറ്റകൃത്യങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്ഥിരം കുറ്റവാളികളുടെ പട്ടിക തയ്യാറാക്കി അവരെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു തവണ നിയമം ലംഘിച്ചാൽ പോലും ജീവിതകാലം മുഴുവൻ ജയിലിനുള്ളിൽ കഴിയേണ്ടി വരുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് പാളിയാൽ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി അവസാനിക്കുമെന്ന താക്കീത് കുറ്റവാളികൾക്ക് നൽകിയ അവസാന അവസരമായി കാണാം. ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് 2 ഉപദേശത്തിന്റെ സ്വഭാവം പുലർത്തി എന്നതാണ്. ലാത്തി ഉപയോഗിച്ച് നേരിടുന്നതിനേക്കാൾ ഫലപ്രദമായി വാക്കുകൾ കൊണ്ട് കുറ്റവാളികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പോലീസിന് സാധിച്ചു. കുറ്റവാളികളെ സമൂഹത്തിന്റെ ഭാഗമായി കണ്ട് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുക കൂടിയാണ് പോലീസ് ചെയ്തത്. മര്യാദയ്ക്കും അച്ചടക്കത്തോടും കൂടി ജീവിച്ചാൽ അത് അവർക്കും കുടുംബത്തിനും നല്ലതാണെന്ന സ്നേഹപൂർവ്വമായ ഉപദേശവും അതിലുണ്ടായിരുന്നു. കുറ്റവാളികൾ നേരിടുന്ന ഏറ്റവും വലിയ ശിക്ഷ നിയമപരമായ ശിക്ഷയല്ല, മറിച്ച് സാമൂഹികമായ ഒറ്റപ്പെടലാണെന്ന് പോലീസ് പറഞ്ഞു. ഒരാൾ അക്രമത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ അയാളുടെ കുടുംബത്തെ സമൂഹം മാറ്റി നിർത്തും. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമോ വിവാഹ ആലോചനകളോ ലഭിക്കാത്ത സാഹചര്യം വരും. താൻ ചെയ്ത തെറ്റിന് തന്റെ നിരപരാധികളായ മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന ചിന്ത ഏതൊരു മനുഷ്യനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. തിരുച്ചിറപ്പള്ളി പോലീസിന്റെ ഇടപെടൽ കേവലം ഒരു പ്രാദേശിക വാർത്തയല്ല, മറിച്ച് രാജ്യത്തെ എല്ലാ പോലീസ് സേനകൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. കുറ്റവാളികളെ വെല്ലുവിളിക്കുന്നതിന് പകരം അവരെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഈ ശൈലിയെ വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. 30 ലക്ഷം ജനങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഈ 400 പേർ നിയമത്തെ ഭയപ്പെടുക തന്നെ വേണം. നിയമം പഴയതുപോലെ അല്ലെന്നും അത് കൂടുതൽ ശക്തവും കർക്കശവുമാണെന്നുമുള്ള സന്ദേശം കുറ്റവാളികളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കും. കുടുംബത്തോടുള്ള സ്നേഹവും നിയമത്തോടുള്ള ഭയം ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിന്റെ ഈ ഡബിൾ അറ്റാക്ക് തിരുച്ചിറപ്പള്ളി ജില്ലയിൽ വലിയ മാറ്റങ്ങൾ വഴിതെളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറ്റവാളികൾ ഈ താക്കീത് ഗൗരവമായി എടുക്കുമെന്നും അക്രമരഹിതമായ ഒരു സമൂഹത്തിനായി അവർ സഹകരിക്കുമെന്നുമാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്.